കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങൾക്ക് തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ വലിയ തോതിൽ വിതരണം ചെയ്തതായി വെളിപ്പെടുത്തൽ. കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസാണ് തോക്കുകൾ എത്തിച്ചു നൽകിയത്. നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്തിലും അനസിന് പങ്കുണ്ട്. എന്നാൽ അനസിനെതിരെ കേസെടുക്കാൻ തയ്യാറാവുന്നില്ലെന്നും വെളിപ്പെടുത്തൽ. അനസിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഔറംഗസേബ് എന്നയാളുടേതാണ് വെളിപ്പെടുത്തൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങൾ വീണ്ടും പിടിമുറുക്കുകയാണ്. മരട്ടിലും കലൂരിലും ബാറിലുണ്ടായ വെടിവെപ്പിന് പിന്നാലെ ഗുണ്ടാ സംഘങ്ങളുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടെന്നുള്ളതും വ്യക്തമായി. കൊച്ചിയിലെ സംഘങ്ങൾക്ക് തോക്കുകൾ എത്തിച്ചു നൽകിയതിൽ പ്രധാനി കുപ്രസിദ്ധ ഗുണ്ട പെരുമ്പാവൂർ അനസാണെന്നാണ് അനസിന്റെ കൂട്ടാളിയായിരുന്ന ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ. ആൾക്കാർക്ക് സപ്ലൈ ചെയ്യാറുണ്ട്. തോക്കൊക്കെ മറ്റുള്ള ഗ്യാങ്ങിനൊക്കെ സപ്ലൈ ചെയ്യാൻ എനിക്കറിയാം. ഞാൻ അറിഞ്ഞത് കൽക്കട്ടയിൽ നിന്ന് പോയിട്ട് എനിക്കറിയാം. ഒറീസ ആ ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിസ്റ്റളും റിവോൾവറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബുള്ളറ്റും പല സ്ഥലങ്ങളിൽ നിന്ന് സപ്ലൈ വന്ന് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചൊരിഞ്ഞിട്ട് കാണിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കണ്ണൂർ, നെടുമ്പാശ്ശേരി എന്നീ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്തിലും അനസിന് പങ്കുണ്ട്. സ്വർണം കടത്തുന്ന കരിയർമാരെ തട്ടിക്കൊണ്ടുപോയതിലും അനസ് ഉൾപ്പെട്ടിരുന്നു. അനസിന്റെ കൂട്ടാളികൾക്കെതിരെ കേസെടുത്തെങ്കിലും അനസിനെ പിടികൂടിയില്ല. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലെ അനസിന്റെ ബന്ധങ്ങളാണ് കേസുകളിൽ നിന്നും ഇയാളെ ഒഴിവാക്കുന്നത്. ഞാൻ പ്രതിയാണ്. പിന്നെ അതിലും എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അനസ് പ്രതിയാണ്. പക്ഷെ അതിനെ പ്രതി ചേർക്കാറില്ല. ഇപ്പം നെടുമ്പാശ്ശേരി കേസാണെങ്കിലും നിലമ്പൂരുണ്ടായ കേസാണെങ്കിലും മണ്ണാർക്കാട് കേസ് തട്ടിക്കൊണ്ട സ്ഥിതി എന്ന് പറഞ്ഞ ആളാണ്. എല്ലാത്തിലും അനസുണ്ട്. പക്ഷെ അനസിനെ പ്രതി ചേർക്കാറില്ല. കൊലപാതകമടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് പെരുമ്പാവൂർ സ്വദേശി അനസ്. കാപ്പ നിയമപ്രകാരം ഇയാളെ നേരത്തെ നാട് കടത്തിയിരുന്നു. വ്യാജ പാസ്പോർട്ട് നിർമ്മിച്ചാണ് അനസ് ദുബായിലേക്ക് കടന്നതെന്നും കൂട്ടാളിയായിരുന്ന ഔറംഗസേബ് പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാണ് അനസ് രാജ്യം വിട്ടത്. ഇയാൾക്ക് വേണ്ടി സജീവമായി ഇപ്പോഴും സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഔറംഗസേബ് വ്യക്തമാക്കി. ക്യാമറമാൻ രാജേഷ് രാജനൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി.